ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ രണ്ട് പ്രധാന കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തൊക്കെ ഇപ്പോൾ മുസ്ലിംസിന് എതിരായ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് എതിരായിട്ട് ഇപ്പോൾ ശക്തമായിട്ടുള്ള അറ്റാക്കുകളാണ് വരുന്നത്. അതുപോലെ തന്നെ മുസ്ലിംസിനെ പല രാജ്യങ്ങളും അവിടുന്ന് മുസ്ലിം പോപ്പുലേഷനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ പാകിസ്ഥാനി മുസ്ലിംസ് എല്ലാം തന്നെ UK പോയി ചെയ്യുന്ന അട്രോസിറ്റികളെല്ലാം തന്നെ ഇപ്പോൾ എലോൺ മസ്ക് കുറെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത് രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിംസിൽ പ്രശ്നമാണോ, രണ്ടാമത്തെ കാര്യങ്ങൾ എലോൺ മസ്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, ഉള്ള കാര്യങ്ങളെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എലോൺ മസ്ക് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ സത്യാവസ്ഥയും നോക്കിയതിനു ശേഷം എന്തുകൊണ്ടാണ് ലോകം മുഴുവനും ഇപ്പോൾ ഇസ്ലാം മതത്തിനെ വെറുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് എലോൺ മസ്ക് ട്വിറ്റർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വാങ്ങാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞിരുന്നു അതാണ് എലോൺ മസ്കിന്റെ കരിയറിലെ വേസ്റ്റ് ഡിസിഷൻ എന്ന്. അതായത് അത്രയും ബില്യൺ കണക്കിന് ചെലവാക്കിയിട്ടും ഒരു ഉപകാരവുമില്ലാതെ അദ്ദേഹം അതിനെ പ്രൈവറ്റ് കമ്പനിയാക്കുകയും അവിടെ പ്രസ് ഫ്രീഡം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ രീതിയിലും അദ്ദേഹം അതിനെ മാറ്റിയെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് എലോൺ മസ്ക് എടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ട്വിറ്റർ ഇന്ന് നമ്പർ 1 ട്രെൻഡിങ് ന്യൂസ് ആപ്പായി മാറിയിരിക്കുന്നു. കാരണം അത്ര പേര് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. പലരുടെയും അൽഗോരിതം എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ, അതായത് പണ്ട് ലെഫ്റ്റ് വിങ് ആൾക്കാർക്ക് മാത്രമോ ട്വിറ്ററിൽ റീച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് അങ്ങനെ ഒരു ഇതില്ലാണ്ട് മാക്സിമം റൈറ്റ് വിങ് ആൾക്കാർക്കും ഒരു ഫ്രീഡം കൊണ്ടുവരാൻ തുടങ്ങിയുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എലോൺ മസ്ക് പല കാര്യങ്ങൾ, അതായത് അമേരിക്കൻ ജനറൽ ഇലക്ഷൻ വരെ പല കാര്യങ്ങളും ജനങ്ങളോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. അപ്പോൾ റീസെന്റ് ആയിട്ട് UK നടന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അതായത് പാകിസ്ഥാൻ UK ഇവരുടെ പോപ്പുലേഷൻ കൂടി കഴിഞ്ഞപ്പോൾ പെൺകുട്ടികളെല്ലാം തന്നെ ഇവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ വലയിൽ കൊണ്ടുവന്ന് ആദ്യം ഫ്രണ്ട്സ് ആക്കുകയും പിന്നെ അവർക്ക് ഡ്രഗ്സും ആൽക്കഹോൾ എല്ലാം കൊടുത്തുകൊണ്ട് അവരെ ഈ ഡ്രഗ്സിലെല്ലാം അടിമയാക്കിക്കൊണ്ട് അതായത് ഗ്യാങ് റേപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റേപ്പ് കാര്യങ്ങളെല്ലാം കൂടുകയാണ്. ഇന്ന് അതായത് ഇപ്പോൾ റീസെന്റ് ആയി കൊണ്ടുവന്ന ഡാറ്റ അനുസരിച്ച് പറയുകയാണെങ്കിൽ, അതായത് UK നടക്കുന്ന 85% റേപ്പുകളുടെയും പിന്നിൽ ഈ പാകിസ്ഥാനി തീവ്രവാദികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവിടെയുള്ള ഗവൺമെന്റ് സംസാരിക്കാൻ തയ്യാറല്ല. ഇതിനെ ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് ഇതേ എലോൺ മസ്ക് തന്നെയാണ്. അപ്പോൾ വേറെ വഴിയില്ലാതെ അവിടെയുള്ള മീഡിയസ് എല്ലാം തന്നെ സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് തള്ളപ്പെടുകയാണ്. അതായത് ഇങ്ങനെ ഗ്യാങ് റേപ്പ് ചെയ്യാണ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് സ്ത്രീകളെ എല്ലാം തന്നെ ഇങ്ങനെ ഇവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവിടെയുള്ള മീഡിയസിന്റെ എല്ലാം തന്നെ ഒരു മനോഭാവം എന്താണെന്ന് വെച്ചാൽ, അതായത് അവർ വളർത്തിയ ഒരു പട്ടിയാണല്ലോ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്, അവർക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അവർ പെട്ടെന്ന് തന്നെ അതിന് ഡബിൾ സ്റ്റാൻഡ് എടുത്തു. അതായത് ഏഷ്യൻ മെൻസ് ആർ റേപ്പിംഗ്, അതായത് ഈ UK വുമൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ UK വുമൺ ആൻഡ് ഗേൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ, അതായത് ഏഷ്യയിൽ എത്ര രാജ്യങ്ങളുണ്ട്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോണ്ടിനെന്റും ഇതേ ഏഷ്യ തന്നെയാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങളായ ജപ്പാൻ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമുണ്ട്. ഇതിൽ ഏത് രാജ്യമാണ് ഇവർ പറയുന്നത് ഏഷ്യ എന്ന് പറയുന്നത്? അപ്പോഴും അവർക്ക് പാകിസ്ഥാൻ മെൻ എന്ന് പറയാൻ ഭയങ്കര അധികം അതായത് ഒരു മടിയാണ്. അല്ലെങ്കിൽ എന്താ പറയാ, അതായത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വളർത്തുന്ന പട്ടിക്ക് നമ്മൾ ഒരു വലിയ അടി വെച്ച് കൊടുത്ത പോലെ ആകുമല്ലോ എന്ന് കരുതിക്കൊണ്ട് അവരതിനെ മാക്സിമം കവർ ചെയ്യാണ്. പക്ഷെ ട്വിറ്റർ വന്നതിന് ശേഷം എന്തായി സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതിനെ ഇന്ത്യൻസും മറ്റ് ഏഷ്യൻ കൺട്രിയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഏറ്റെടുക്കുകയും അവർ അതിനെ കൃത്യമായി അടിവരയിട്ട് പറയുന്നു. അതായത് ഏഷ്യൻ മെൻസ് അല്ല, അതായത് പാകിസ്ഥാനി മുസ്ലിം മെൻസ് എന്ന് പറയുമോ, അവരാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും റീട്വീറ്റ് എല്ലാം ചെയ്തു. അവസാനം വേറെ വഴിയില്ലാതെ പല മീഡിയസും, അതായത് ഇപ്പോഴും ചില മീഡിയസിൽ മാറ്റിയിട്ടില്ല, പക്ഷെ പല മീഡിയസും അവർക്ക് മാറ്റേണ്ടി വന്നു. പാകിസ്ഥാനി മുസ്ലിംസ് റേപ്ഡ്, അതായത് ഇങ്ങനെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. ഇത് മാറ്റം നോക്കുകയാണെങ്കിൽ, അതായത് എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ ഈ മുസ്ലിംസിന് ഇപ്പോൾ പൊതുവെ അതായത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് എതിരെ എല്ലാവരും തിരികെയാണ്. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? അതായത് ഇതിന്റെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷം തന്നെയാണ് ഇതിന് പ്രധാനമായും കാരണങ്ങൾ ഉള്ളത്. അതിലും കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഇത് പ്രധാന റീസണായി മാറിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് 21ാം നൂറ്റാണ്ടിൽ അതായത് നമ്മൾ എല്ലാവരും പല രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യക്കാരാണെങ്കിൽ കാനഡ, UK, യൂറോപ്പ് അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും അതുപോലെ തന്നെ കോണ്ടിനെന്റുകളിലും നമ്മൾ പോയി പഠിക്കുന്നവരാണ്. പക്ഷെ ഇന്ത്യൻ സ്റ്റുഡൻസ് എവിടെയെങ്കിലും പോയിക്കൊണ്ട്
അത് ആ രാജ്യത്തിന് എതിരെ സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് മാക്സിമം 95% അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇതുവരെയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരു സ്റ്റുഡൻസ് പഠിക്കാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് യാതൊരുവിധ പ്രശ്നവുമില്ലാതെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നതിന് ശേഷം എന്താ സംഭവിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഈ രാജ്യങ്ങൾ സിറിയ അങ്ങനെയുള്ള പല രാജ്യത്തു നിന്നും ഇമിഗ്രൻസ് ആയി എത്തിയ ഇവരെല്ലാം തന്നെ അമേരിക്കയിൽ പോയി അമേരിക്കൻ ജനങ്ങളുടെ വ്രണപ്പെടുത്തുന്ന പോലെ അവിടെയുള്ള നാഷണൽ ഫ്ലാഗിനെ അടക്കം കത്തിക്കുകയാണ്. അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പല ഓഫീസുകൾ പാലസ്തീന്റെ കൊടി ഉയർത്തുക, ഇതെല്ലാം തന്നെ ഇവർക്ക് എങ്ങനെയാണ് റൈറ്റ്സ് കൊടുക്കുന്നത്? ഇവർക്ക് പാലസ്തീന്റെ കൊടി ഉയർത്തണമെങ്കിൽ ഇതേ അറബ് രാജ്യങ്ങളിൽ പോയി ഉയർത്താം. അവിടെ തന്നെ ഇവർക്ക് സമ്മതിക്കുന്നില്ല. സൗദി അറേബ്യയും UAE തുടങ്ങിയ രാജ്യങ്ങൾ പോലും ഈ പലസ്തീന്റെ കൊടി ഉയർത്തി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെയുള്ള ഇവര് ഈ തീവ്രവാദി മെന്റാലിറ്റിയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് ഉള്ളത്. ഞങ്ങളും ഹമാസിനെ പോയി ആയി തീരണം, ഞങ്ങളെ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പാലസ്തീന് ഫ്രീഡം വാങ്ങിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചിന്താഗതിയാണ് ഇവർ വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് ഇവർ ഈ റേഡിക്കൽ മെന്റോളജി അവിടെ പോയിട്ട് മറ്റ് വിഭാഗത്തിലുള്ള ക്രിസ്ത്യൻ, ഹിന്ദു അങ്ങനെയുള്ള പോപ്പുലേഷനിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാനും അവരുടെ റോബറി ചെയ്യാനും ഒരു മടിയുമില്ലാതെ ഒരു വയലന്റ് മെന്റാലിറ്റിയിലോട്ടാണ് ഇപ്പോൾ റേഡിക്കൽ ഇസ്ലാമിസ്റ്റ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ഈ ലോകം മുഴുവനും എതിർക്കുന്നതും. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാം ഇവര് സമരത്തിന്റെ അടുത്തും ഇവര് ശരിയ ലോ കൊണ്ടുവരണം, ശരിയത്ത് ലോ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു സമരം നടത്താറുണ്ട്, അല്ലെങ്കിൽ ഇവരൊരു റാലി നടത്താറുണ്ട്. ഈ ശരീഅത്ത് നിയമം ഉള്ള ഏത് രാജ്യങ്ങളാണ് ഇന്ന് മര്യാദയ്ക്കുള്ള ഒരൊറ്റ ചോദ്യം? ഒന്ന് നോക്കുകയാണെങ്കിൽ ടർക്കിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അവിടെ നിന്ന് പുറത്തു വരുന്നില്ല. രണ്ടാമത്തത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം നോക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളാണ്. അതിനെ ഒതുക്കാനാണ് അവർ ഈ ഇസ്രായേലിനെയും ഹമാസിനെയും ഹൗത്തിനെയും എല്ലാം കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ശരീഅത്ത് നിയമമുള്ള മര്യാദയ്ക്ക് മുന്നോട്ട് പോകുന്ന 3 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് UAE, രണ്ടാമത്തത് വന്നിട്ട് സൗദി അറേബ്യ, മൂന്നാമത്തത് ഖത്തർ. ഈ 3 രാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെല്ലാം മോഡേണൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ തീവ്രവാദി മെന്റാലിറ്റിയിലോട്ടൊന്നുമല്ല. ഇവിടെയുള്ള സ്ത്രീകൾക്ക് പോലും ഇപ്പോൾ ഹിജാബ് ധരിക്കുന്നത് അവരുടെ ഫ്രീഡമാണ്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ധരിച്ചാൽ മതി എന്നുള്ള രീതിയിലോട്ട് വരെ അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം മോഡേണൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യമൻ, സിറിയ, ഇങ്ങനെയുള്ള ഇറാഖ് അങ്ങനെയുള്ള പല രാജ്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾക്ക് സംസാരിക്കാൻ ഒരു റൈറ്റ്സ് ഇല്ല, അതുപോലെ തന്നെ പുരുഷന്മാർക്ക് റൈറ്റ്സ് ഇല്ല. ഇന്നും നമ്മൾ പറയുന്നു അമേരിക്കയിൽ പോയി ജനങ്ങൾ ഇത്ര ഫ്രീഡമായി കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്ര ഫ്രീഡമായി കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ തീവ്ര ഇസ്ലാമിക് ഐഡിയോളജി ഇല്ലാത്തതിന്റെ ഒറ്റൊരു കാരണം കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് ഇതേ ശരീഅത്ത് നിയമം ഇവിടെയെല്ലാം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹാഫ് സ്ലീവ് ടീഷർട്ട് ഇടാൻ പോലും ഉള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അവിടെ എന്ത് പറയുന്നു അത് തന്നെയായിരിക്കും നിയമം. ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട്, ഖിലാഫത്ത് മൂവ്മെന്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ തീവ്രവാദികൾ ഇപ്പോൾ ലോകം മുഴുവനും ഉയർന്നു വന്നിരിക്കുന്നു. ഈ തീവ്രവാദികൾക്കെതിരെയും ഈ തീവ്ര ഇസ്ലാമിക് ഐഡിയോളജിക്കെതിരെയുമാണ് ഇപ്പോൾ ലോകം മുഴുവനും ഉള്ളത്. അല്ലാണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ എത്രമാത്രം മുസ്ലിംസുകൾ കഴിയുന്നുണ്ട്? അവരെന്താ രാവിലെ പണിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, അവര് നിസ്കരിക്കുന്നു, അവർ കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇവരെ ആരെയും അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? നോർമലായി കഴിയുന്ന ആൾക്കാർക്ക് ഇന്ന് ഈ ലോകത്ത് കഴിയാൻ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പക്ഷെ ഈ തീവ്രവാദികൾക്കും അതുപോലെ തന്നെ ഈ തീവ്ര ഐഡിയോളജി ഉള്ള ആൾക്കാർക്കും ആരെയും സപ്പോർട്ട് ചെയ്യാൻ റെഡിയല്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരെ തന്നെ നമ്മൾ എതിർക്കേണ്ട ഒരു ആവശ്യവുമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുക? താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ